सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनेनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्त्य मृत्युसंसारसागरा भवामि नाचिरापार्थ मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरात् पार्थ मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरापार्थ मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरात् पार्थ मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परः अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरात् मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरात् पार्थ मय्यावेशितचेतसा एतु सर्वाणि कर्माणि मयि सन्न्यस्य मत्परा अनन्येनैव योगेन मां ध्यायन्त उपासते देशामहं समुद्धर्ता मृत्युसंसारसागरा भवामि नाचिरात् पार्थ मय्यावेशितचेतसा എന്നാൽ എന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഉദിക്കൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. ഭാവാർത്ഥം ദേശം ഭഗവത് കൃപയാൽ താമസംവിന ഭൗതിക സ്ഥിതിയിൽ നിന്ന് മോചിതരാകുമെന്നതിനാൽ ഭക്തന്മാർ വളരെ ഭാഗ്യശാലികളാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ ഭക്തിയുക്ത സേവനം നടത്തുന്ന ഒരാൾക്ക് ഈശ്വരന്റെ
മഹിമാതിശയവും വ്യക്തിഗതാത്മാവിന്റെ ആശ്രിതത്വവും മനസ്സിലാവും. ഭഗവത് സേവനമാണ് അയാളുടെ കർത്തവ്യം. അത് നിർവഹിക്കാത്ത പക്ഷം മായയുടെ സേവനത്തിലായിരിക്കും ഏർപ്പെടേണ്ടി വരിക. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഭക്തിയുദ്ധ സേവനം കൊണ്ട് മാത്രമേ ഭഗവാന്റെ മൂല്യം അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് തികഞ്ഞ ഭക്തനാവുക. കൃഷ്ണനെ പ്രാപിക്കേണ്ടവർ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കണം. കൃഷ്ണന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. ഏത് രീതിയിലുള്ള പ്രവർത്തനമായാലും പ്രശ്നമില്ല, അത് കൃഷ്ണന് വേണ്ടിയായിരിക്കും. ഭക്തിയുദ്ധ സേവനത്തിന്റെ മാനദണ്ഡമാണ് പരമദിവ്യോത്തമ കൃഷ്ണനെ പ്രസാദിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണനെ പ്രീതിപ്പെടുത്തലാണ് അയാളുടെ ജീവിതാഭിലാഷം. അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെയ്തതുപോലെ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി മറ്റെന്തും അയാൾ ത്യജിക്കും. ലളിതമാണ് ഈ പ്രക്രിയ. തന്റെ പ്രവൃത്തി ചെയ്യുക, അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉള്ളിൽ തോന്നിയിരിക്കുക. അതീന്ദ്രിയമായ ഈ ജപം ഭക്തനെ ഭഗവാനിലേക്ക് ആകർഷിക്കും. ഇങ്ങനെ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശുദ്ധഭക്തനെ അതിവേഗത്തിൽ സംസാര സാധനത്തിൽ നിന്ന് മുക്തനാക്കാമെന്ന് ഇവിടെ പരമപുരുഷൻ സ്വയം വാഗ്ദാനം ചെയ്യുന്നു. യോഗാഭ്യാസത്തിൽ മികവ് നേടിയവർക്ക് യോഗ പദ്ധതി കൊണ്ട് ഇച്ഛാശക്തിയാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഗൃഹങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കാൻ കഴിയും. മറ്റു ചിലർ ഈ അവസരത്തെ മറ്റു പല വഴിക്കും ഉപയോഗപ്പെടുത്തും. എന്നാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് അയാളെ നയിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭക്തനെ പരവ്യോമത്തിലേക്ക് ഉയരാൻ യോഗശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വരാഹ പുരാണത്തിൽ പറയുന്നു, നയാമി പരമസ്ഥാനം ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലേക്ക് ആത്മാവിനെ എത്തിക്കുവാൻ ഭക്തന് അഷ്ടാംഗ യോഗചര്യയുടെ ആവശ്യമില്ലെന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഭഗവാൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭഗവാൻ തന്നെ സ്വയം വിമോചനാവുമെന്ന് ഇവിടെ തുറന്നു പറയും. ഒരു ശിശു പൂർണ്ണമായും അച്ഛനമ്മമാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് അതിന്റെ സ്ഥിതി സുരക്ഷിതവുമാണ്. അതുപോലെ ഒരു ഭക്തനെ മറ്റു ഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ യോഗാഭ്യാസ പരിശീലനം ആവശ്യമില്ല. കാരുണ്യാതിനേക്കാൾ ഭഗവാൻ സ്വയം ഗരുഡ വാഹനത്തിലേറി വന്ന് അയാളെ ഭൗതികതയിൽ നിന്ന് മോചിക്കും. സമുദ്രത്തിൽ വീണുപോയ ഒരാൾക്ക് എത്ര തന്നെ പാടുപെട്ടാലും നല്ലൊരു നീന്തൽക്കാരനാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ മറ്റൊരാൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അയാൾ രക്ഷപ്പെടും. ഭഗവാൻ ചെയ്യുന്നതും ഭക്തനെ ഭൗതിക ലോകത്തിൽ നിന്ന് ഏറ്റെടുത്ത് കയറ്റുകയാണ്. അയാൾ ലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയ കൈക്കൊണ്ട് ഭക്തിപൂർവ്വം സേവനത്തിൽ ഏർപ്പെട്ടാൽ മതിയാവും. ബുദ്ധിമാനായ ഏതൊരു മനുഷ്യനും ഈ ഭക്തിയുദ്ധ സേവനത്തിന്റെ വഴി തന്നെയാണ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക. നാരായണീയത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ്: യാവൈ സാധന സംബന്ധി പുരുഷാർത്ഥ ചതുഷ്ടയെ തയാവിന തഥാപ്നോതി നരോ നാരായണാശ്രയ. പലവിധം ഫലോദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ മാനസികമായ ഊഹാപോഹങ്ങളിലൂടെ അറിവ് നേടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. യോഗ പ്രക്രിയകൾ, തത്വചിന്തനം, നിത്യാനുഷ്ഠാനങ്ങൾ, യജ്ഞദാനാദി കർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഭഗവത് ഭക്തി കൊണ്ട് മാത്രം കൈവരുത്താം. അതാണ് ഭക്തി സേവനത്തിന്റെ വിശിഷ്ടാനുഭവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടുന്നത് കൊണ്ട് തന്നെ ഭക്തന് എളുപ്പത്തിലും സുഖമായും പരമലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. മതസംബന്ധിയായ മറ്റേതൊരു പ്രക്രിയ കൊണ്ടും ആ ലക്ഷ്യം ചുകാനാവില്ലതാണ്. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം ഭഗവാൻ ഇങ്ങനെ ഉപസംഹരിക്കുന്നു: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആത്മസാക്ഷാത്കാരത്തിനായുള്ള മറ്റു പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണാബോധത്തോടെ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനം ചെയ്യുക. അത് ജീവിതത്തിന്റെ പരമമായ പരിപൂർണതയിൽ എത്താൻ സഹായിക്കും. ചെയ്തുപോയ പാപകർമ്മങ്ങളെ പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭക്തൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാണല്ലോ. അദ്ദേഹം പൂർണ്ണമായും ആ ചുമതല ഏറ്റെടുക്കും. ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ മോചനത്തിനായിക്കൊണ്ട് വൃഥാ യത്നിക്കേണ്ട കാര്യമില്ല. സർവശക്തനായ ഭഗവാൻ കൃഷ്ണനെ ഏവരും ആശ്രയിച്ചു കൊണ്ടാൽ മതി. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊണിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജന്മമരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. ഭഗവാൻ ഗ്യാരണ്ടി പറയുകയാണ്. എവിടെ നിന്ന് കരകയറ്റുമെന്ന്? ഈ സമുദ്രത്തിൽ. ഏത് സമുദ്രം? ഭവസാഗരം. ഭൗതികമായ ഭവസാഗരത്തിലിരുന്നിട്ട് ഭഗവാൻ കരകയറ്റും എന്ന് പറയുന്നു. അപ്പം ഭൗതിക ലോകം അത്ര നിസ്സാരമായ കാര്യമില്ല. അതൊരു സമുദ്രമാണ്. അതിനകത്ത് പെട്ടാൽ രക്ഷപ്പെടാൻ പറ്റുമോ? നീന്തി രക്ഷപ്പെടാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും ഒരു കടൽ നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ
അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആര് വരണം? ഭഗവാൻ തന്നെ ഇറങ്ങി വരണം, വേറെ ഒരു മാർഗമില്ല. അല്ലെങ്കിൽ ആര് വരും നമ്മളെ രക്ഷിക്കാൻ? ഭഗവാൻ വന്നില്ലെങ്കിൽ ഗുരു വരും. അപ്പം ഭവസാഗരത്തിൽ നിന്ന് രക്ഷിക്കാൻ 2 പേർക്ക് കഴിയത്തുള്ളൂ. ആർക്ക് മാത്രമേ കഴിയൂ? ഒന്ന് ഭഗവാന് കഴിയും, അല്ലെങ്കിൽ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് ഭഗവാൻ അയച്ച വ്യക്തിക്ക് കഴിയും. വേറെ ആർക്കും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പം അത്രമാത്രം അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഏത്? നിസ്സാരമല്ല. അതുകൊണ്ടാണ് പറയുന്നത് പദം പദം യജ്ഞപദം നദേശം. ഓരോ സ്റ്റെപ്പിലും എന്താ ഉള്ളത്? ഭൗതിക ലോകത്ത് അപകടമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ്, ഹാപ്പി ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊന്നും ഹാപ്പി അല്ല, സേഫും അല്ല. എന്തുകൊണ്ട്? എപ്പോൾ കൃഷ്ണനെ മാറ്റുമോ അപ്പോൾ നമ്മുടെ സേഫ്റ്റി പോയി അല്ലേ? ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് അച്ഛനും അമ്മയും മാറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ആ സേഫ്നെസ്. അപ്പോൾ ആര് കൂടെ വേണം നമുക്ക്? എപ്പോഴും ഭഗവാൻ കൂടെ വേണം. പക്ഷെ നമ്മൾ ആരെയാണ് മാറ്റി നിർത്തുന്നത്? എപ്പോഴും ഭഗവാൻ. എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നു? എന്തുകൊണ്ടാണ് മാറ്റി നിർത്തി? ഒരു 17-15 വയസ്സായ കുട്ടി ചിലപ്പോൾ അച്ഛന് അമ്മയുടെ നിന്ന് കുറച്ച് മാറിപ്പോകും. എന്തുകൊണ്ടാണ് ആ കുട്ടി മാറിപ്പോകുന്നത്? മായ. ഓക്കെ, എങ്ങനെയാ? 15 വയസ്സായ കുട്ടി 16 വയസ്സ് അതുവരെ ചിലപ്പോൾ അച്ഛ അമ്മ എന്ന് പറഞ്ഞ് ചുറ്റി നടക്കും. പക്ഷെ ആ ഒരു പ്രായം വരുമ്പോൾ ടക്കനങ്ങ് ഒന്ന് വിട്ടുപോകും. എന്തുകൊണ്ട്? ഇൻഡിപെൻഡൻസ്. ആൺകുട്ടികളാണെങ്കിൽ ഇൻഡിപെൻഡൻസ്, പെൺകുട്ടികളാണെങ്കിൽ ഡിപ്പെൻഡൻസ്. അതെപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആഗ്രഹങ്ങൾ കൂടുതൽ വരുന്ന സമയം, കുറച്ച് മെച്യൂരിറ്റി, ബ്രെയിൻ കുറച്ച് ഡെവലപ്പ് ആകുന്ന സമയം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഏതിലോട്ട് താല്പര്യം ഉണ്ടാകും? ഭൗതിക വിഷയത്തിൽ കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ അച്ഛനും അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ എല്ലാ ഇഷ്ടത്തിനും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് സെപ്പറേറ്റ്. ഈവൻ വീട്ടിലായിരുന്നാലും അതുവരെ ഒന്നിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു ഏജ് ആകുമ്പോൾ പതുക്കെ അപ്പുറത്ത് ഒതുങ്ങി ഒരു റൂമിൽ, അവിടെ ഒരു റൂമിൽ, ഇവിടെ റൂമിലൊക്കെ കിടന്നുറങ്ങും. എന്തുകൊണ്ടാണ്? അവർക്ക് എന്ത് വേണം? ഇൻഡിപെൻഡൻസ് അല്ലേ? എന്തോ ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം വേണം. പക്ഷെ അതുകൊണ്ട് ആ കുട്ടി സേഫാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ അപകടം സാധ്യത കൂടുതലാണ്. എപ്പോൾ ഒരു കുട്ടി സേഫാകും ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം അച്ഛനും അമ്മയും മനസ്സിലാക്കിയിരിക്കുന്നോ, ആ ധർമ്മം കറക്റ്റാണ് മനസ്സിലാക്കിയിരിക്കുന്നോ, അപ്പോൾ സേഫാണ്. അപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ഒരു കുട്ടിയെ നമുക്ക് പേടിക്കേണ്ട. എവിടെ ആണെങ്കിലും പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് കൃഷ്ണാവബോധം ഇല്ലെങ്കിലോ നമ്മൾ പേടിക്കും അല്ലേ? ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലണ്ടനിൽ പോയി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണാവബോധത്തിലാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് വിടാം. കാരണം എന്തുകൊണ്ട്? ഓൾറെഡി ആ ക്വാളിറ്റി ഉണ്ട്. അത് ഒരിക്കലും എന്ത് വിട്ട് പോവില്ല, പ്രിൻസിപ്പിൾ തെറ്റിക്കില്ല, ഭഗവാനെ മറക്കില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ആരെ ശരണം പ്രാപിക്കുമായിരിക്കും? ഭഗവാനെ. കാരണം വേറെ ഗതിയില്ലല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ ശരണം പ്രാപിക്കും. പക്ഷെ നമുക്ക് ഒരുപാട് എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നും. പക്ഷെ അതൊന്നും നമ്മുടേതല്ല, അത് മായയാണ്. ഉള്ളതുപോലെ തോന്നുന്നത് എന്താണ്? മായയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനാണ്. ഈവൻ ഇങ്ങനെ ഒരു പിക്ചറുണ്ട്, ഇതൊരു 3 ഡയമെൻഷൻ ഇല്യൂഷൻ പിക്ചറാണെങ്കിൽ നമുക്ക് കാണാൻ ഭയങ്കര രസമായിരിക്കും. അതിങ്ങനെ തിരിച്ചാൽ ഒരെണ്ണം കാണും, ഇങ്ങനെ തിരിച്ചാൽ ഒരെണ്ണം കാണും. അപ്പോൾ അതിനെ കാണാൻ നമുക്ക് രസമാണ് അല്ലേ? അപ്പോൾ മായയിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റിയലായിട്ട് കാണുന്നതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം കാണില്ല. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈയാമ്പാറ്റ എന്തെന്ന് വെച്ചാൽ തീയെ കണ്ടപ്പോൾ അത് ഭയങ്കര ജ്വലിച്ച് ഭയങ്കര എന്തോ ഒരു വാട്ടർഫാൾസ് ആണെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറി ഠാന്ന് പൊട്ടിത്തെറിച്ചാൽ അല്ലേ? മഴ സമയത്ത് അറിയാൻ പറ്റും, വിളക്ക് കത്തിച്ച് എന്നിട്ട് അതിൽ പൊട്ടിക്കും. അതെന്താണെന്ന് വെച്ചാൽ ആ ജ്വലിക്കുന്ന തീ അതിനെന്തായിരിക്കും? ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് അപകടമാണ്. അതാരും മനസ്സിലാക്കുന്നില്ല, ചെറിയ ജീവിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെയാണ് ഈ ഇല്യൂഷൻ, ഈ മായ. ഭഗവാന്റെ ഒറിജിനലായിട്ടുള്ള സ്ഥലം അവിടെ ഉണ്ട്. എവിടെയുണ്ട്? ഗോലോക വൃന്ദാവനത്തിലുണ്ട്. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ഒറിജിനലായിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ വായിക്കാതിരിക്കുമ്പോൾ ഏതാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നു നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സേവിച്ചില്ലെങ്കിൽ നമ്മൾ ആരെ സേവിക്കും? മായയെ സേവിക്കും. എന്തായാലും സേവിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഡെഫിനറ്റായിട്ട് നമുക്ക് ഒരാളെ സേവിക്കണം. കാരണം നമ്മുടെ നേച്ചർ അതാണ്. നമുക്ക് എന്താ പറയുക, സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് ആരെങ്കിലും സേവിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഏതിനെ സേവിച്ചുകൊണ്ടിരിക്കാം? മനുഷ്യരെ സേവിച്ചു അല്ലേ? ഹസ്ബൻഡിനെ സേവിക്കും, വൈഫിനെ സേവിക്കും, മക്കളെ സേവിക്കും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പട്ടിയെ സേവിക്കും
ഫോറിനിൽ എങ്ങനെയാണ്, ആ രാജ്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രായമാകുമ്പോൾ ഒരു 16 വയസ്സായി കഴിഞ്ഞാൽ കുട്ടി ആരുടെ കൂടെ താമസിക്കാൻ പാടില്ല, അച്ഛനമ്മയുടെ കൂടെ താമസിക്കും, റൂളാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, അവർക്ക് ഫോട്ടോസ് കൊടുക്കും. അത് ജോലി വേണ്ട, ഒന്നും വേണ്ട, അവർക്ക് സെപ്പറേറ്റ് സ്ഥലം കൊടുക്കും, ഫോട്ടോസ് കൊടുക്കും. പോരാത്തതിന് മാസം സ്റ്റൈഫിന് കൊടുക്കും, ചിലവിനുള്ള കാശും കൊടുക്കും. ഇങ്ങനെയാണെങ്കിൽ ജീവിക്കുമെങ്കിൽ ആ കുട്ടി എവിടെയായിരിക്കും അട്രാക്ഷൻ ഉണ്ടാവുക അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെപ്പറേറ്റ് പോകുമ്പോൾ അതിന് സ്വാതന്ത്ര്യം കിട്ടും. കറക്റ്റായിട്ട് റോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. എന്താണ്, ആ ഒരു പീരിയഡിൽ അവരെ കറക്റ്റ് കെയർ ചെയ്താൽ, ഗൈഡ് ചെയ്താൽ അവർ നന്നായിട്ടാകുമായിരുന്നു. പക്ഷെ ആ ഒരു കറക്റ്റ് ടൈമിൽ ഇവർ ഫ്രീഡം കിട്ടും. അപ്പോൾ അവരെന്തായി തെറ്റായ രീതിയിൽ ജീവിതം കൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ അവർ ഏതിനെ പോലെ ആകും, അവസാനം സംസ്കാരമൊന്നുമില്ലാത്ത ഒരു മൃഗത്തിൻ്റെ ജീവിതത്തിലോട്ട് അവർ നയിച്ചു തുടങ്ങും. അതവർക്ക് സേഫാണോ, ഹാപ്പിയാണോ, അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. കാരണം അവരെന്തോ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് നഷ്ടം എന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല. എന്താ നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഭഗവാനെ മറന്നതാണ് അവരുടെ യഥാർത്ഥ നഷ്ടം. അവർക്ക് ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു പ്രായത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താ നടക്കും വെച്ചാൽ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങും അല്ലേ? അപ്പോൾ ഗൃഹസ്ഥനായെങ്കിൽ എന്ത് വേണം യഥാർത്ഥത്തിൽ? കുട്ടികൾ തീർച്ചയായും വേണം. ഓക്കെ, എങ്കിലേ ആ ഗൃഹസ്ഥാശ്രമം സുഖമായിട്ട് കിട്ടും. കുട്ടിയില്ലെങ്കിൽ ആ ഗ്രഹം ശൂന്യം എന്നാണ് പറയുന്നത്. ആ ഗ്രഹത്തിൽ ഒന്നുമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് കുട്ടിയായിട്ട് എടുക്കും. അപ്പോൾ കൂടുതൽ സക്സസ് ആവും. പക്ഷേ ഭഗവാനെയും കുട്ടിയായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഗ്രഹം ശൂന്യമാണ്, ആ ഗ്രഹത്തിൽ ഒന്നുമില്ലാത്തതുപോലെ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ എന്താ ചോദിച്ചാൽ എല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർക്ക് എന്ത് വേണ്ട, കുട്ടികൾ വേണ്ട. ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് കറങ്ങി നടക്കാൻ പറ്റില്ല, ടൂർ പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടി വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുട്ടി വേണമെന്ന് വിചാരിക്കും, അപ്പോൾ കിട്ടുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആൾക്കാർ പോവുകയാണ്. ഇനി അഥവാ കുട്ടികൾ കിട്ടിയാൽ അവർക്ക് എത്ര മാസം ലീവ് കൊടുക്കും? ജോബ് 3 മാസം കൊടുക്കും മാക്സിമം. ആ 3 മാസം അവർ നോക്കും. 3 മാസം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? അവിടെ കൊണ്ട് ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് അല്ലേ? അപ്പോൾ ആരാ നോക്കുന്ന ആ കുട്ടിയെ? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നു വെച്ചാൽ ജനിച്ച് 3 മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ കൊണ്ടുവിടുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സമയം. കാരണം ഇവർ എത്ര മണിക്ക് തിരിച്ചു വരും? 7 മണിക്ക് 8 മണിക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. ആ 8 മണി വരെ ഈ കുട്ടി ആരുടെ കൂടെ ആയിരിക്കുന്നത്? ഏതോ ഒരു വേറെ സ്ത്രീ. ആ സ്ത്രീ 6 മാസം കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ത്രീ വരുമ്പോൾ അവർക്ക് ഈ കുട്ടിയുടെ അടുത്ത് സ്നേഹം കാണില്ല. അവരെ സംബന്ധിച്ചോളം അത് ജോലിയാണ്. കുട്ടിയെ നോക്കുക എന്ന് പറയുന്നത് അതൊരു ജോലിയാണ് അല്ലേ? ചിലർ പൂജാരിമാരുണ്ട് അമ്പലത്തിൽ, അവരുടെ ജോലിയാണ്. 5 മണി നട അടയ്ക്കണം, ഇനി ദർശനമൊന്നുമില്ല, പോകുന്നു. കാരണം നട അടച്ചിട്ട് വീട്ടിൽ പോകണം. 5 മണി ഇനി ദർശനമില്ല, വേണമെങ്കിൽ ദർശനം കൊടുക്കാം, ഭഗവാൻ ദേഷ്യപ്പെടില്ല. ഒരു ഭക്തന് ദർശനം കൊടുത്തുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. പക്ഷെ പൂജാരി എന്താ പറയും? ഓടും പറഞ്ഞ് ഓട്ടി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ജോലിയാണ് ചെയ്യുന്നത്, സ്നേഹമില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു മെക്കാനിക്കലായിട്ടാണ് ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്ന കാര്യമേ അവിടെ ഉദിക്കുന്നത്. അപ്പോൾ കുട്ടിക്കും ആരുടെ സ്നേഹമില്ല, അത് കുറഞ്ഞു വരും. ഇവർ സാറ്റർഡേ സൺഡേ മാത്രമേ ഇരിക്കും. ഈ സാറ്റർഡേ സൺഡേ പല വീടുകളും വഴക്കാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് എന്തുകൊണ്ട് കലിയുഗമായതുകൊണ്ട് അവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, ഇമ്മീഡിയറ്റായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ വീടുകളിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ കുട്ടി ഓൾറെഡി എവിടെയായിരിക്കുന്നത്? വേറൊരു സ്ത്രീയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ കിട്ടിയ, അപ്പോൾ ആ സൺഡേ ഈ അച്ഛനും അമ്മ എന്ന് പറയുന്ന ആൾക്കാർ വഴക്കും ബഹളമായിട്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആലോചിച്ചു. ആ കുട്ടി പക്വതയില്ലാതെ എന്തോ ഒരു മെക്കാനിക്കലായിട്ട് സ്നേഹമില്ലാതെ വളരുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഈ കുട്ടിയെ കൊണ്ട് നല്ല സ്കൂളെന്ന് പറഞ്ഞിട്ട് 6, 15, 20 കിലോമീറ്ററിനപ്പുറം സ്കൂളിൽ കൊണ്ട് ചേർക്കും. വീട്ടിൻ്റെ അടുത്ത് സ്കൂളുണ്ടാവും, അവിടെ ചേർക്കില്ല. പണ്ട് അങ്ങനെയാണ്. പണ്ട് സ്കൂളെന്ന് വെച്ചാൽ തൊട്ടടുത്തുണ്ടെങ്കിൽ അടുത്ത് നടന്നു പോയിട്ട് കുട്ടികൾ നടന്നു വരണം, അങ്ങനെയാണ് സ്കൂളിൽ ചേർക്കുന്നത്. ഇപ്പം എന്താണ്? എവിടെയോ കൊണ്ട് ചേർക്കും. അപ്പോൾ ഈ കുട്ടി രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ആ കുട്ടിയുടെ സമയം വളരെ കുറവാണ്, കൂടുതൽ സമയം പുറത്താണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയത് ആ കുട്ടിയെ പറഞ്ഞേക്കും.
ലണ്ടനിൽ പോകും, അമേരിക്കയിൽ പോകും, അവിടെയും അവിടെ പോയിട്ട് ഇവർ വയസ്സാകുമ്പോൾ ഇപ്പോൾ ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? എൻ്റെ കൂടെ ആരുമില്ല. കാരണം ഇവർക്ക് ഇപ്പോഴാണ് ആളാവശ്യം. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഇല്ല. അതിന് ജോലി കിട്ടി, കല്യാണമായി, ഇപ്പോൾ അവർക്ക് കൂടുതൽ വയസ്സായി, ഇപ്പോൾ വെള്ളം എടുത്തു കൊടുക്കാൻ ആളില്ല. അപ്പോൾ അവർ പറയും, എനിക്ക് 2 കുട്ടി ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവരെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല എന്ന് പറയും. ശരിക്കും ഇവരവർക്ക് ചെയ്തിട്ടില്ല. പണ്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? പണ്ടാണെങ്കിൽ ആൾക്കാർ ഒന്നിച്ച് ആണ് ജീവിച്ചത്. അപ്പോൾ ആ കുടുംബത്തിൽ ഈവൻ വലുതായിട്ട് അമ്മയുടെ മടിയിൽ കിടന്നു പോകും, അത്രയും വലിയ കുട്ടിയായിട്ട് ആ ഒരു സ്നേഹം അവരിലുണ്ടായിരുന്നു, അല്ലേ? ഒരേ വീട്ടിലാണ്, എന്താണ്, ഒരു റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾ കല്യാണം കഴിഞ്ഞാൽ ആ ബെഡ്റൂം കൊടുക്കും, അടുത്ത ആൾ കല്യാണം കഴിയുമ്പോൾ ആ ബെഡ്റൂം വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. വീട്ടിൽ ഒരു ബെഡ്റൂമേ ഉണ്ടാവും. അപ്പോൾ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആലോചിച്ചു, അല്ലേ? പണ്ട് ഒരു ബാത്റൂമേ ഉണ്ടാകത്തുള്ളൂ, 15 പേര് കാണും, കാത്തു നിൽക്കും, ഒരാൾ പോയിട്ട് വരുമ്പോൾ ഒരാൾ. ഇപ്പോൾ 15 ബാത്റൂം ഉണ്ടെങ്കിൽ അടിയാണ് വീട്ടിൽ. ഓരോ റൂമിനുണ്ട്, കിച്ചണിനകത്ത് വെച്ചിട്ടുണ്ട് ബാത്റൂം, അല്ലേ? ഇപ്പോൾ മോഡേൺ ഫ്ലാറ്റിലൊക്കെ എവിടെയാണ് ബാത്റൂം വെച്ചിരിക്കുന്നത്? കിച്ചണിനകത്ത്. ആർക്കാണ്? സർവൻറ്റിന്. അത് അവർക്കല്ല. അപ്പോൾ ഇത്രയും സംസ്കാരം കുറഞ്ഞു വരുന്നു. ആൾക്കാരിൽ എന്ത് കുറഞ്ഞു പോകുന്നു, അതേപോലെ സ്നേഹവും കുറഞ്ഞു. ഇങ്ങനെ അവരെ ഫ്യൂച്ചറിൽ നമ്മളവരെ ബ്ലെയിം ചെയ്തിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഇനി ഈ കുട്ടികൾക്കും സന്തോഷം ഉണ്ടാവില്ല, ഈ പാരൻസിനും സന്തോഷം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ കാര്യം അവർ ഭഗവാനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല. അവരും പഠിച്ചില്ല, അവരെന്തും ചെയ്തില്ല, കുട്ടികൾക്കും പഠിപ്പിച്ചില്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്താലേ ഒരു ജീവാത്മാവിന് സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ ജീവാത്മാവ് മായയുടെ മടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആചാര്യാസ് വളരെ കാരുണ്യപൂർവ്വം വന്നിട്ട് ജീവ് ജാഹോ ഗൗരാ ചന്ദേ പോലെന്ന് പറയും. എണീക്ക് എത്ര കാലം ഉറങ്ങിക്കൊണ്ടിരിക്കും മായയുടെ മടിയിൽ കിടന്ന്? എണീക്ക് ഗൗരംഗ മഹാപ്രഭുടെ നാമം ജപിക്കുക, ഹരേ കൃഷ്ണ നാമം ജപിക്കുന്ന ആര് പറഞ്ഞു തരും? ഒരു പരിശുദ്ധ വൈഷ്ണവനും പറഞ്ഞു. അങ്ങനെ ആ വൈഷ്ണവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഭവസാഗരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആര് ഡയറക്റ്റായിട്ട് വരണം? ഭഗവാൻ വരണം, ഗുരു വരണം. അപ്പോൾ പലപ്പോഴും ഭക്തന്മാർക്കാണെങ്കിൽ ഭഗവാൻ ഇമ്മീഡിയറ്റായിട്ട് വരും. ഭക്തി ഇല്ലാത്ത ഒരാൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ ആരായിരിക്കും? ഭക്തിയിലിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ആരാണ് വരുന്നത്? ഭഗവാൻ നേരിട്ട് വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമായ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എല്ലാ സമ്പത്തും എല്ലാം ആരിൽ ശരണം പ്രാപിക്കണം, ആർക്ക് സറണ്ടർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു? ഭഗവാൻ ആവശ്യമുണ്ടോ കാശിന്? ഇല്ല, എൻ്റെ കാശൊക്കെ എനിക്ക് തന്നേക്ക് എന്ന് പറയാം. ഭഗവാൻ കാശിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം, എന്നെ മാത്രം ശരണം പ്രാപിച്ചു. വേറെ അസൂയ ഉണ്ടോ ഭഗവാൻ? എല്ലാവരുടെ അടുത്തും പോയി നമസ്കരിക്കുന്നു, എല്ലാവരെയും വേണ്ട, എന്നെ മാത്രം അസൂയ കൊണ്ടാണോ പറഞ്ഞത്? അല്ല, ആഗ്രഹം കൊണ്ടാണോ പറഞ്ഞത്? ആർക്കും കൊടുക്കല്ലേ, എനിക്ക് താ, അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ എന്തിനാ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ? എന്നെ ശരണം പ്രാപിക്കൂ, എനിക്ക് സമർപ്പിക്കൂ, അല്ലേ? എത്തരോഷി യജുഘോഷി യദാസിയത് തപസ്സി കൗന്ദേയ തത് പുരുഷോ മതർപ്പണം. എന്ത് ത്യാഗം ചെയ്യുന്നു, എന്ത് തപസ് ചെയ്യുന്നു, എന്ത് ദാനം ചെയ്യുന്നു, ഇതെല്ലാം എനിക്ക് സമർപ്പിക്കുമെന്ന് കൃഷ്ണൻ പറയുന്നു. എന്തിനാ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു? എന്തിനായിരിക്കും? ശരി, എങ്കിൽ അത് പറഞ്ഞാൽ പോരെ? എന്തിനാ എല്ലാം എനിക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞത്? അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഈസി ആയിട്ട് എവിടെ പോകാം? ഭഗവാന്റെ ലോകത്ത് പോകാം. അപ്പോൾ ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ ശരണം പ്രാപിച്ച് ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കുന്നതിനേക്കാളും ഡയറക്റ്റായിട്ട് പോയ പെർമിഷൻ കിട്ടും, അത് എളുപ്പമാണ്. പിന്നെ എന്തിനാ എല്ലാം കയ്യിലുള്ളതും സറണ്ടർ ചെയ്യാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അല്ലേ? എന്ത് തപസ് ചെയ്യുന്നു, അത് എനിക്ക് വേണ്ടി ചെയ്താൽ മതി. എന്ത് ത്യാഗം ചെയ്തു, അത് എനിക്ക് വേണ്ടി ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം കർമ്മഫലത്തിൽ നിന്ന് മുക്തി കിട്ടാം, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം. കറക്റ്റാണ്. അതായത് ഇതൊന്നും നമ്മുടേതല്ല. ഫസ്റ്റ് ഈ വെച്ചിരിക്കുന്ന സാധനമൊക്കെ എൻ്റെയാണോ? ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല.
അപ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാലും ഈ മെറ്റീരിയൽ ആര് തന്നതാണ്? ഈ കാശുകാർ നമുക്ക് വിറ്റില്ലേ, അയാൾ ഉണ്ടാക്കിയതാണല്ലോ. അല്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇവിടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്, ഈശ്വരനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഒറിജിനൽ അവകാശി ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ പറയും തിരിച്ചെനിക്കെല്ലാം താന്ന് പറയും. എന്തിനാ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ എനിക്ക് അഹങ്കാരം ഉണ്ടാവും. ഈ സമ്പത്തും ഇതെല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തുണ്ടാകും? അഹങ്കാരം ഉണ്ടാകും. അഹങ്കാര വിമൂഢാത്മാ കർത്താഹും ഇതിമിന്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ത് പറയും? ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അതെ, ഞാൻ വാങ്ങിച്ചതാണ്, നീ തുടരരുത്. അതെ, അത് എൻ്റെ കാറാണ്, നീ എടുക്കരുത്. ഇതെന്തുകൊണ്ട് എങ്ങനെ പറയുന്നു? അഹങ്കാര വിമൂഢാത്മാ, ബുദ്ധിയില്ലാത്ത ആത്മാകാരം കർത്താഹം ഇതെല്ലാം ഞാൻ ചെയ്തുണ്ടാക്കിയതാണ്, അല്ലാതെ നീ തന്നതൊന്നുമല്ല എന്ന് അഹങ്കാരം കൊള്ളും. അപ്പം ഭഗവാൻ എന്താ പറയുക? നീ അഹങ്കരിക്കും, അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്തേക്ക്? എനിക്ക് തന്നേ, എനിക്ക് വേണ്ട. കാരണം മായയാണിത്. അത് ആദ്യം ചിലപ്പോൾ കാണുമ്പോൾ അത് ഒന്നുമില്ല, ഇനി എന്നെ മായ പിടിക്കില്ല എന്ന് തോന്നും. പക്ഷെ അതിങ്ങനെ ഡാൻസാകും. അപ്പോൾ ടക്കുന്ന് കൂടെ പോകും. അപ്പോൾ തീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അതിൽ തന്നെ അട്രാക്ഷൻ കാണില്ല. പക്ഷെ ഇങ്ങനെ ആടി തുടങ്ങുമ്പോൾ അതെന്തോ ഡാൻസ് കളിക്കുമ്പോൾ ഇരിക്കും. അകത്ത് കയറാമെന്ന് പറഞ്ഞാൽ അകത്ത് കയറി. അതുപോലെ മായ ഭയങ്കര അപകടം. പക്ഷേ ഈ മായ വേറെ ആരുമല്ല, കൃഷ്ണൻ്റെ തന്നെ ശക്തിയാണ്. മമ മായ എന്നാണ് പറയുന്നത്. മമ മായ ദുരദ്യ എന്നാണ് പറയുന്നത്. എൻ്റെ മായ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ മായ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ മറികടക്കും? ഭക്തിയാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് എന്നെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ഭഗവാനെ ശരണം പ്രാപിക്കാം. ഭഗവാനെ ശരണം പ്രാപിക്കുക ഈ ഭവസാഗരത്തിൽ നിന്ന് ഈസിയായിട്ട് രക്ഷപ്പെടണം. അപ്പോൾ നമ്മുടെ എയിം എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താം? കൃഷ്ണാബോധത്തിൽ വന്നാലും എന്തായിരിക്കണം ലക്ഷ്യം? എന്തായിരിക്കണം? കൃഷ്ണനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ ഡിറ്റാച്ച്ഡാണ്, ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത് ചില ഡിവോട്ടീസൊക്കെ ഉണ്ട്, കാറ് വാങ്ങിച്ചിട്ട് ഹരേ കൃഷ്ണ കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ പുതിയ കാർ മേടിച്ചു വന്നു, ഇത് എൻ്റെ അല്ല ഭഗവാന്റെ ആണെന്ന്. മൊബൈൽ വാങ്ങിച്ചിട്ട് കൃഷ്ണാസ് ഫോൺ എന്ന് പറഞ്ഞു, ഇത് എൻ്റെ അല്ല, ഇതെല്ലാം ഭഗവാന്റെ ആണെന്ന് പറയും. അപ്പോൾ താന്ന് പറഞ്ഞാൽ തരുമോ അവർ ഭഗവാന്റെ സേവനത്തിന്? തരില്ല. അപ്പോൾ എന്ത് പേരിടുന്നതിൽ കൊണ്ടൊന്നും കാര്യമല്ല. പക്ഷെ എങ്ങനെയായിരിക്കണം നമ്മളെ? ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൃഷ്ണൻ്റെ സേവനത്തിൽ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ശക്തിക്ക് എന്താണ് സാധിക്കും അത് വെച്ചുകൊണ്ട് യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇല്ലാത്തതിന് വേണ്ടിയിട്ട് ഞാൻ കരയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തന്മാർ നോക്കിക്കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താം എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത്. അപ്പോൾ തിരുക്കുറുങ്കുടി കേട്ടിട്ടുണ്ടോ? ഒരു ദിവ്യദേശം തമിഴ്നാട്ടിൻ്റെ അടുത്തുണ്ട്. ഈ ദിവ്യദേശത്തിൻ്റെ പേര് വരാഹപുരാണത്തിൽ പറയാണ് കുറുങ്കുടി എന്ന് പറയും. കുറുങ്ങെന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. അപ്പോൾ കുറുങ്കുടി എന്ന് പറഞ്ഞാൽ അതായത് വരാഹപുരാണം വലുതാണ്, ഒരുപാട് ഡിസ്ക്രിപ്ഷനുള്ള വലിയ പുരാണമാണ് വരാഹപുരാണം. ആ വരാഹപുരാണത്തിനെ അവിടുത്തെ ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് ചെറുതാക്കി പറഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തിരു എന്ന് പറയും. തിരു അനന്തപുരം, തിരുവട്ടാറ് അല്ലേ, തിരുവല്ല എന്ന് പറയും. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തിരുക്കുറുങ്കുടി അതിന് ചെറുതാക്കി, അതുകൊണ്ടാണ് അവിടെ ആ പേര് വന്നത്. തിരുക്കുറുങ്കുടി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് വന്നു. അപ്പോൾ അവിടെ ഒരു ഭക്തനുണ്ടായിരുന്നു. ഈ ഭക്തൻ ഹരിജനം, അതായത് താഴ്ന്ന ശൂദ്ര കാസ്റ്റിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലത്തൊന്നും അമ്പലത്തിനകത്ത് ഇവരെ കയറ്റില്ല. കാരണം ഹരിജനത്തിന് എവിടെ പോകാൻ പറ്റില്ല. പക്ഷെ അവരുടെ പേരെന്താണ്? ഹരിയുടെ ജനം എന്നാണ് പേര് മാത്രം കൊടുത്തു. നിങ്ങൾ ഹരിയുടെ ഹരിജനമാണ്, പക്ഷെ അകത്ത് കയറ്റില്ല. അങ്ങനെ ഹരിജനമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അകത്ത് പോകാൻ പറ്റില്ല. പക്ഷെ എന്നും പോയിട്ട് ഈ തിരുക്കുറുങ്കുടിയിൽ പോയിട്ട് ആ ഭഗവാന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ എനിക്ക് ഒരു ദിവസം ദർശനം തരണം അല്ലേ. അപ്പോൾ ആ ദർശനത്തിന് വേണ്ടിയിട്ട് ദിവസവും പോകും, പ്രാർത്ഥിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഭക്തൻ, പരിശുദ്ധമായ ഭക്തൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഈ ശൂദ്രൻ വരുമ്പോൾ എല്ലാവരും മാറിപ്പോകുമെന്ന് പറയും. അദ്ദേഹം മിണ്ടാതെ ഒതുങ്ങിപ്പോവും, എല്ലാം ചെയ്യും. പക്ഷെ ഡെയിലി വന്ന് ദർശനം എടുക്കും. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ദർശനത്തിന് വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മരക്ഷസ് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് പിടിച്ച് തിന്നാൻ പോകും.
അപ്പോൾ ഈ ഹരിജൻ, ഈ ഭക്തൻ എന്ത് പറയും വെച്ചാൽ ഇങ്ങനെ പേടിക്കും, കണ്ടിട്ട് പേടിച്ചിട്ട് പെട്ടെന്ന് പറയും, എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നു ചോദിച്ചു. ഇല്ല, എനിക്ക് ഭയങ്കര വിശപ്പാണ്, എനിക്കിപ്പോൾ കഴിക്കണം, ബ്ലഡ് കുടിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഇദ്ദേഹം പറയും, ഇന്ന് ഏകാദശിയാണ്, കാർത്തിക് മാസത്തിലെ ഏകാദശിയാണ്, ഇന്നത്തെ ഏകാദശി ഞാൻ വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് ഭഗവാന്റെ ദർശനം എടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമില്ല, എൻ്റെ ജീവനൊന്നുമില്ല എൻ്റെ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ എനിക്ക് ഇന്ന് ഭഗവാന്റെ ദർശനം എടുക്കണം, അതാണ് കോൺഷ്യസ്. എപ്പോഴും ആരെ ചിന്തിക്കണം? ഭഗവാനെ. എപ്പോഴും ആരെ പ്രീതിപ്പെടുത്തണം? ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് എന്നെ കഴിച്ചോ, പക്ഷെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ദർശനം എടുത്തിട്ട് വന്നിട്ട് കഴിച്ചോ. ഇദ്ദേഹത്തിന് ദർശനം കിട്ടുന്നുണ്ടോ? ദർശനമേ കിട്ടില്ല. പിന്നെയും പറയുകയാണ്, എനിക്ക് ഭഗവാനെ ദർശനം എടുക്കാൻ പോകുന്നു. ഇദ്ദേഹം കൊടിമരത്തിൻ്റെ ബാക്കിൽ, കൊടിമരം കറക്റ്റായിട്ട് നടുക്ക് കൊണ്ടുവച്ചിരിക്കും. ഇങ്ങനെ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ നമുക്കറിയാം, സൈഡിൽ നിന്ന് ഇങ്ങനെ 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 നോക്കണം, അതിൽ ഒരു 2 പേര് തള്ളിവിടും, ഇങ്ങനെ നോക്കണം, തള്ളിവിടും. അപ്പോൾ കൊടിമരം കറക്റ്റ് നടുക്ക് കൊണ്ടുവച്ചിരിക്കും, കാണാതിരിക്കും. വേണമെങ്കിൽ അകത്ത് പോയി കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ പുറത്ത് വരും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ കൊടിമരം വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഭക്തന് ദർശനം കിട്ടില്ല. ഈ അമ്പലമാണ് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്, കുറേ ഡിസ്റ്റൻസ്. ഈ ശ്രീകോവിലിന് പുറമേ ഇരുന്ന് റോഡിൽ നിന്ന് അകത്ത് നോക്കി അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റില്ല, ദർശനമേ കിട്ടില്ല. അപ്പോൾ ഈ ഭക്തൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ, അപ്പോൾ അന്ന് പറയാണ്, ഞാൻ പോയിട്ട് വരാം. അപ്പം ബ്രഹ്മരക്ഷസ് പറയും, ഇല്ലല്ല, നീ എസ്കേപ്പ് ആവും, നീ തിരിച്ചു വരില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ കഴിക്കുന്നു. ഇല്ല, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല, തീർച്ചയായും ഞാൻ വരും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ബ്രഹ്മരക്ഷസ് ഓക്കെ, നീ പോയി ദർശനം എടുക്കുക, ഞാൻ വെയിറ്റ് ചെയ്യും, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, നീ പോയി എടുക്കുക. അങ്ങനെ ഇദ്ദേഹം നേരെ പോയിട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്നു, ഇന്നെൻ്റെ അവസാനത്തെ ദിവസം, ഇന്നെൻ്റെ അവസാന ദിവസം. ഇത്രയും കാലമായിട്ട് ഞാൻ ദിവസവും പാണെന്ന് പറഞ്ഞാൽ ഈ നാരദമുനിയുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം പോലെയാണ്. ഈ പാണ് വെച്ച് ഞാൻ കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഭഗവാൻ എനിക്ക് ഒരു ദിവസം പോലും ദർശനം തന്നില്ലല്ലോ, ഇന്നെൻ്റെ അവസാനത്തെ ദിവസമാണ്, ഇന്നെങ്കിലും എനിക്ക് ദർശനം തന്നൂടെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ പാണം കൊണ്ടകപ്പെട്ടു. അകത്ത് അവിടെ പോയിട്ട് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അദ്ദേഹം പാടുകയാണ്, പാടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എന്ത് ജന്മമാണ്, എനിക്ക് ഭഗവാനെ പോലും ദർശനം എടുക്കാൻ പറ്റാത്തൊരു ജന്മമായി പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് അത് ഇങ്ങനെ കീർത്തനം ചെയ്ത് പാടിക്കൊണ്ടിരിക്കുന്നു. ടപ എന്ന് പറഞ്ഞിട്ട് ആ തൂൺ എങ്ങനെ മാറും, കറക്റ്റ് നടുക്കിരിക്കുന്ന തൂൺ ടൈനിങ് നീ ഇന്നും ആ അമ്പലത്തിൽ പോയാൽ എല്ലാ ലോകത്തിലുള്ള മുഴുവൻ അമ്പലത്തിൽ സ്ട്രൈറ്റ് ആയിരിക്കും, ഈ ഒരു അമ്പലത്തിൽ മാത്രം 2 അടി തള്ളി കൊടിമരം ഉണ്ടാകും. കാരണം ഇന്ന് നമുക്ക് ആ അമ്പലത്തിൽ പോയാൽ ഏത് തിരക്കിലും നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കാണാം. ആര് തന്ന ദർശനമാണ്, ആരുടെ കാരുണ്യം കൊണ്ടാണ്? ഈ ഭക്തൻ്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആ അമ്പലത്തിലെ കൊടിമരം മാറി, അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കരഞ്ഞ് പാടി, പിന്നെ എക്സ്ട്രാ കീർത്തനമൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്. അങ്ങനെ പാടി ഭഗവാന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഇദ്ദേഹം ഭഗവാന് നന്ദി പറഞ്ഞിട്ട്, ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ വാക്ക് തെറ്റിച്ചാൽ അത് ആർക്കാണ് നാണക്കേട്? ഭഗവാനാണ് നാണക്കേട്. ഭഗവാന്റെ ഭക്തൻ വാക്ക് തെറ്റിച്ചെന്നാകും, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ പോകുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരാളവിടെ നിന്ന് വിളിക്കും, നീ നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നിന്ന ഉടനെ ബ്രാഹ്മണ നില്ലെന്ന് പറഞ്ഞത് അദ്ദേഹം നിന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊരു ബ്രാഹ്മണൻ. അപ്പോൾ ആ ബ്രാഹ്മണൻ എന്ത് ചോദിച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് പറയും, നീ എവിടെയാണ് പോകുന്നത്? അത് ഞാൻ ആ വഴിയിൽ പോകുന്നു, അങ്ങോട്ട് പോകണ്ട, അവിടെ ബ്രഹ്മരക്ഷസുണ്ട്, അത് നിന്നെ തിന്നുന്നു, ആ വഴിയിൽ പോയില്ല, ഇതിലേക്കൂടെ. ഇല്ല ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തിട്ട് വരികയാണ്, ബ്രഹ്മരക്ഷസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അതിൽ തന്നെ പോകണം എന്ന് പറയും. അപ്പോൾ പറയും, നിനക്കെന്താ വട്ടാണോ, അതിൽ പോകരുത് എന്ന് പറയും. ഇല്ല, ഞാൻ വാക്ക് കൊടുത്തുപോയി, എന്നെ ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ പോകും. അപ്പോൾ ഭഗവാൻ നേരിട്ട് ദർശനം കൊടുത്തു. കാരണം ഭഗവാന് വേണ്ടിയിട്ട് സ്വന്തം ജീവനും കൊടുത്തു. അപ്പോൾ എത്ര ഗ്രേറ്റ് ഡിവോട്ടിയാണ്, എത്ര കോൺഷ്യസ് ആണ് അല്ലേ? അപ്പോൾ സ്വന്തം ജീവൻ പോയാലും പ്രശ്നമല്ല, പക്ഷെ ആര് തൃപ്തിപ്പെടണം? ഭഗവാൻ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഈ ഭക്തൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകും. ഭഗവാൻ ദർശനം കൊടുത്തിട്ട് നേരിട്ട് പ്രത്യക്ഷമായിട്ട്, ഇത്രയും നാൾ എല്ലാവർക്കും വിഗ്രഹ രൂപത്തിലാണ് ദർശനം കിട്ടിയത്, ഇന്ന് കൊടിമരം മാറ്റി ദർശനം കൊടുത്തു, പോരാത്തതിന് നേരിട്ട് തന്നെ പ്രത്യക്ഷമായിട്ട് ദർശനം കൊടുത്തു, അനുഗ്രഹം കൊണ്ടിട്ട് നേരിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പോയി ബ്രഹ്മരക്ഷൻ വയറൊക്കെ നിറഞ്ഞ് വീർത്തിരിക്കണം, ഇനി കഴിക്കാൻ പറ്റില്ല, ഫുൾ വയറ് നിറഞ്ഞു ബ്രഹ്മരക്ഷസ്. അപ്പോൾ പറയണ, നീ നല്ല ഭക്തനാണ്, എനിക്ക് മനസ്സിലായി, പക്ഷെ ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല, എൻ്റെ വയർ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്, ഇന്ന് ഞാൻ വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ഇല്ല, ഞാൻ വാക്ക് തന്നതല്ലേ, നീ എന്നെ കഴിച്ചോ എന്ന് പറയും, അങ്ങോട്ട് ഡിമാൻഡ്. അപ്പോൾ പറയും, ഇല്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല, വേണ്ട എന്ന് പറയും.
അപ്പോൾ പറയും, പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആര് ചോദിക്കുകയാണ്? ബ്രഹ്മരക്ഷസ് ഭക്തൻ്റെ അടുത്ത് പറയാണ്, നീ വലിയ ഭക്തനാണെന്ന് എനിക്ക് മനസ്സിലായി, നീ വാക്ക് തെറ്റിക്കാത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ആരാണ്, വലിയ ഭക്തനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ പുണ്യത്തിലെ പകുതി എനിക്ക് തരണം. അപ്പോൾ ഓരോ നാമം ജപിക്കുന്ന ഭക്തന്മാർക്ക് എന്തുണ്ട്? അവരുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കുറച്ച് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഭക്തന്മാരെ കണ്ട ഉടനെ കാലി വീഴും. അവരുടെ ദൃഷ്ടി ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ രക്ഷപ്പെടും. അവരൊന്ന് തൊട്ടാൽ മതി, നമ്മൾ രക്ഷപ്പെടും. അല്ലേ? ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിൻ്റെ അടുത്ത് പറയാണ്, അത് രൂപഗോസ്വാമി, നീ എത്ര വലിയ ഭക്തനാണ്, ദേവന്മാർ പോലും ഇവിടെ വന്ന് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. കാരണം ദേവന്മാരും ഭൗതിക ആഗ്രഹത്തോട് വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഭക്തന് ഒരു ഭൗതിക ആഗ്രഹമില്ല. ദേവൻ ഇന്ദ്രനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ 10 പേരെ തിരിച്ചു പോയി. പക്ഷെ ഇവിടെ എന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോഴും എന്ത് ചെയ്തു? മിണ്ടാതെ പോകുന്നു. എന്നെ കൊന്നോ, പക്ഷെ എനിക്ക് എന്താണ് എൻ്റെ ലക്ഷ്യം? ഭഗവാനെ സേവിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിശുദ്ധ ഭക്തന്മാർ കെട്ടിപ്പിടിക്കുക, അവർ തൊടുകയോ അവരെ കാലിൽ വീണ് നമസ്കരിക്കുക, അവരുടെ പാദധൂളി തലയിൽ വീഴുകയോ ചെയ്താൽ നമ്മൾ ലക്ഷ്യം. അത്രയും എഫക്റ്റാണ്. പക്ഷേ ആ ഭക്തൻ്റെ ബ്ലെസ്സിങ്സ് വേണം. ഭക്തൻ എവിടെയോ നിൽക്കുമ്പോൾ നമ്മൾ വിട്ടാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഭഗവാൻ ആ ഭക്തൻ്റെ ദൃഷ്ടി നമ്മളിൽ വീഴണം. അതുകൊണ്ടാണ് ഭക്തന്മാർ ചുറ്റി ഫ്രണ്ടിൽ പോയിട്ട് മഹാരാജ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് നമസ്കരിക്കും. എന്നിട്ട് കാല് തൊട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൃഷ്ണാമതി രസ്തു, കൃഷ്ണനെ മറക്കാതിരിക്കട്ടെ, എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അവർ ബ്ലസ് ചെയ്യും. അവരിങ്ങനെ നോക്കിയാൽ തന്നെ ആ ജീവാത്മാവ് രക്ഷപ്പെടട്ടെ, ഭഗവാനെ ഈ ഭൗതിക ലോകത്ത് കുടിയും കിടക്കുകയാണ് ഭവസാഗരത്തിൽ, അവരെ രക്ഷപ്പെടുത്തു എന്നുള്ള അനുഗ്രഹം കിട്ടും. പക്ഷേ അവർ ആ അനുഗ്രഹം തരണം. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ബ്രഹ്മരക്ഷസിന് വേണമെങ്കിൽ നമസ്കരിച്ചിട്ട് പോയാൽ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ അദ്ദേഹം കൊടുത്താൽ എത്ര കിട്ടും? കൂടുതൽ കിട്ടും. അതുകൊണ്ട് യാചിക്കുകയാണ്, എനിക്ക് പുണ്യം, എനിക്ക് അങ്ങയുടെ മുഴുവൻ തരം. പറയും ഞാൻ തരില്ല എന്ന് പറയും. അത് ഞാൻ തരില്ല എന്ന് പറയും. ഭക്തൻ എന്താണ്? കാരണം അറിയാം ഇത് വെച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്, ഇതിനെ കൊടുത്താൽ ഞാൻ എൻ്റെ ഗതി എന്താകും? അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തരില്ല എന്ന് പറയും. ഇല്ല എനിക്ക് മുഴുവനും തരണ്ട, പകുതി തന്നാൽ മതി. ശരി, മുഴുവനും വേണ്ട, പകുതി തന്നു. അപ്പോൾ പറയും ശരി, നിന്നെ കണ്ട പാവം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പകുതി പുണ്യം കൊടുക്കും. ഇമ്മീഡിയറ്റായിട്ട് ബ്രഹ്മരക്ഷസ് ലിബറേറ്റഡ് ആയി. അത്രയും ബെനിഫിറ്റാണ് ആരുടെ കയ്യിലിരിക്കുന്നത്? ഈ ഭക്തൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവിടെ കാർത്തിക് മാസത്തിലെ ഏകാദശി വളരെ ഫേമസ് ആണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ, നമുക്ക് ഭഗവാനെ സേവിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഒരു ഭക്തൻ്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഏകാദശി അതുപോലെയാണ്. ഇന്നത്തെ ഏകാദശി എന്താണ്? മോഹിനി ഏകാദശി അല്ലേ? വൈശാഖ മാസത്തിലെ ഏകാദശിയാണ് ഇന്നത്തെ ഏകാദശി. അതേപോലെയാണ്, ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു ഏകാദശിയാണ്. കൃഷ്ണൻ്റെ അടുത്ത് യുധിഷ്ഠിര മഹാരാജ് ചോദിക്കും, ഇന്നത്തെ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ്? അപ്പോൾ കൃഷ്ണൻ പറയാണ്, ഈ ചോദ്യം രാമചന്ദ്രമൂർത്തി വശിഷ്ഠ മുനിയുടെ അടുത്ത് ചോദിച്ചു. ഇതേ കാര്യം ആരുടെ അടുത്ത് ചോദിച്ചു? ഈ മോഹിനി ഏകാദശിയുടെ ഇമ്പോർട്ടൻറ്റ് രാമചന്ദ്രമൂർത്തി. കാരണം രാമചന്ദ്രമൂർത്തി എന്തിനാ ചോദിച്ചു എന്ന് ചോദിച്ചാൽ, സീതാദേവി പോയി രാവണൻ കൊണ്ടുപോയി അങ്ങനെ വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്, എൻ്റെ സീതയെ പിരിഞ്ഞിട്ട് ഒരുപാട് കാലമായി, എനിക്ക് കാണണം, എനിക്ക് ആ വിരഹം, ആ ഒരു സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ഈ മോഹിനി, അപ്പോൾ ഈ വശിഷ്ഠമുനി പറയും, മോഹിനി ഏകാദശി വ്രതമെടുത്താൽ മതി, എല്ലാ നന്മകളും ഉണ്ടാകും. അതായത് ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്താൽ ഭൗതികമായ എല്ലാ ക്വാളിറ്റിയും തനിയെ വരും. പക്ഷേ ആധ്യാത്മികത്തിന് വിട്ടിട്ട് ഭൗതികമായ ക്വാളിറ്റിയുടെ പിന്നിൽ പോയാൽ നമ്മൾ പിന്നിൽ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പ്രയാസപ്പെട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകണം. പക്ഷേ എന്ത് ചെയ്താൽ മതി? ആധ്യാത്മികം ഫോളോ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മുടെ ബാക്കിൽ വരും. അതിനൊരു പ്രയാസമില്ല ഭഗവാന് തരാനായിട്ട്, ഈസി ആയിട്ട് തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാമചന്ദ്രമൂർത്തിക്ക് വശിഷ്ഠ മുനി ഒരു കഥ പറയും. പണ്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, യുധിമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് എന്ന് വെച്ചാൽ നന്നായിട്ട് രാജ്യം ഭരിക്കുന്നുണ്ട്, എല്ലാവരും വളരെ സമ്പത്തും ഐശ്വര്യമായിട്ട് പ്രജകളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ധർമ്മപാല എന്ന് പറയുന്ന വേറൊരു ജമീനുണ്ടായിരുന്നു, പൈസക്കാരനുണ്ടായിരുന്നു. പക്ഷെ ആ പൈസക്കാരനായിരുന്നാലും കുറച്ച് ഡിവോഷണലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ്, ഭക്തി കുറച്ചുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പൈസയിൽ വലിയ ആർത്തിയില്ല. എന്ത് ചെയ്യും വെച്ചാൽ കിട്ടുന്ന കാശെല്ലാം പലപ്പോഴും നല്ല കാര്യത്തിനൊക്കെ, ആൾക്കാർക്ക്, പ്രജകൾക്ക് വേണ്ടിയിട്ട്. രാജാവ് ചെയ്യേണ്ട ജോലി ഇപ്പോൾ ആരാ ചെയ്യുന്നത്? ഈ ഭക്തൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കുളം വെട്ടും,
മറ്റേ കനാലുണ്ടാക്കും. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ നല്ല കാര്യവും എന്താ പറയുന്നത് ധനപാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ധനപാലിന് 5 മക്കളുണ്ട്. ഈ 5 മക്കളിലെ ഒരു മകൻ്റെ ദൃഷ്ടബുദ്ധി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അത് ദുഷ്ടനാണ്. ദുഷ്ടബുദ്ധി എന്താണ് പറഞ്ഞാൽ ദുഷ്ടനായിരുന്നു. കാരണം കാണിക്കുന്ന എല്ലാം വേദത്തിന് വിരുദ്ധമായുള്ള എല്ലാ, അച്ഛനാണെങ്കിൽ അത്രയും നല്ല ഗുണം, മകനാണെങ്കിൽ എങ്ങനെയും ഗുണം മാറിപ്പോയി. വെള്ളമടിക്കും, പെണ്ണുങ്ങളുടെ കൂടെ പോകും, ഇങ്ങനെ വേണ്ടാത്ത ആൾക്കാരെ തല്ലും, ഉപദ്രവിക്കും, ഇങ്ങനത്തെ പാവം മാത്രം ചെയ്ത് നോൺ വെജ് കഴിച്ചുകൊണ്ട്. അന്നത്തെ കാലത്തൊന്നും ആരും മത്സ്യമാംസം കഴിക്കില്ല, പക്ഷേ അതെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛന് സഹി കെട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ ബന്ധം വെച്ചേക്കുന്നു, ഒരു വ്യഭിചാരി സ്ത്രീയുടെ കൂടെ ബന്ധം വെച്ചേക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ അച്ഛന് നാണക്കേടായി വീട്ടിൽ നിന്ന് കാശിങ്ങനെ സ്വർണം ഇതെല്ലാം മോഷ്ടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ത്രീയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയാണ്. ഇങ്ങനെ ദുഷിച്ചു പോയി, കംപ്ലീറ്റ് നാശം സംഭവിച്ചു ആ വ്യക്തിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛനറിയാതെ ഒരു ദിവസം ദേഷ്യത്തിൽ പറഞ്ഞു, നീ ഇനി എൻ്റെ വീട്ടിലേ വരരുത് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്തു. നിന്നെപ്പോലെ ഒരു പുത്രൻ എനിക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനാവശ്യമില്ല, നീ വീട് വിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇറക്കി. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ആലോചിച്ചു. ഇത്രയും നാൾ ആരുടെ സഹായത്തിലിരുന്നു? അച്ഛൻ്റെ കാശ്, അച്ഛൻ്റെ പേര് എല്ലാം ഉണ്ടായിരുന്നു. ഇതിലും എന്ത് ചെയ്യുമെന്ന് ഇദ്ദേഹം മോഷണം ചെയ്യും. പൈസ അച്ഛൻ കൊടുക്കാത്തപ്പോൾ മോഷണം ചെയ്യും. അപ്പോൾ രാജാവ് ഒരു പ്രാവശ്യം പിടിച്ചപ്പോഴാണ് മനസ്സിലായി നീ ആരുടെ മകനാണ്? ധനപാലിൻ്റെ മകനാണ്. ധനപാലിൻ്റെ മകനാണിപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കാതെ. അപ്പോൾ അതും ഇദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. ധനപാലിൻ്റെ മകനായതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കൂടുതൽ മോഷണം ചെയ്തുകൊണ്ട് 4ഉം 5ഉം പ്രാവശ്യം പിടിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞ് ഇനി ഇദ്ദേഹത്തിന് വെറുതെ വിടാൻ പാടില്ല, അടി കൊടുത്തു. ചാട്ടവാറുണ്ട്. അങ്ങനെ ചാട്ടവാറുകൊണ്ട് കുറേ അടി കൊടുത്തു. അച്ഛൻ ഇത് കേട്ടിട്ട് നാണക്കേട് കൊണ്ട് വീട് വിട്ട് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗതി കെട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും മനസ്സിൽ വിചാരിച്ചു, ഞാനിനി എവിടെ പോകും, എന്ത് ചെയ്യും, എന്ത് കഴിക്കും, ഇനി എനിക്ക് ആരാണോ ഉള്ളത് എന്നെല്ലാം കുറച്ച് നമുക്കതാണ് പ്രയാസം വേണമെന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിൽ പ്രയാസമില്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പ്രയാസം തരുന്നത്, ബുദ്ധിമുട്ട് തരുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗതിയുമില്ല, കഴിക്കാൻ ആഹാരമില്ല, കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ചിന്തിച്ചു. അതുവരെ സുഖമാണ്, അതുവരെ കഴിക്കും, അവരെ ചീത്ത പറയും, എല്ലാം ചെയ്യും. പക്ഷെ ഒന്നും ഇല്ലാതായാൽ ചിന്തിക്കും, ഇനി ആരെനിക്ക് തരും. അതുപോലെ അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന വഴിക്കാണ് കൗശിക മുനിയെ കണ്ടത്. കൗശിക മുനി അങ്ങനെ ആറ്റിൽ കുളിച്ചിട്ട് അങ്ങനെ കയറി വരുമ്പോൾ ഈ മുനിയെ കണ്ടപ്പോൾ തന്നെ അതാണ് ഒരു വൈഷ്ണവൻ്റെ ദൃഷ്ടി. അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിനകത്ത് എന്തൊക്കെയോ ഒരു മാറ്റം. ഉടനെ ആ മുനിയെ കണ്ടിട്ട് അങ്ങ് നമസ്കരിച്ചതും അദ്ദേഹം അങ്ങനെ ക്രോസ് ചെയ്ത് പോയപ്പോൾ അദ്ദേഹം കുളിച്ചിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലും ഡ്രസ്സിലിരുന്ന വെള്ളം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തെറിച്ചു. അത്രയേ ഉള്ളൂ, ഫുള്ളി പ്യൂരിഫൈഡ്. ഒറ്റ 2-3 ഡ്രോപ്പ് അങ്ങ് വീണതേ ഉള്ളൂ മേലെ. ഇമ്മീഡിയറ്റായിട്ട് അദ്ദേഹം പ്യൂരിഫൈഡ് ചെയ്തു. എന്നിട്ട് മുനിയുടെ ബാക്കിൽ ഓടിയിട്ട് പോയി, എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പാവം ചെയ്ത വ്യക്തിയാണ്. അതുവരെ നമ്മൾ പാവം ചെയ്ത സമ്മതിക്കത്തില്ല. നമ്മൾ പറയും അത് ഞാൻ ചെയ്തത് കറക്റ്റാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഭക്തന്മാരുടെ കാലത്ത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അത് റിയലൈസ് ചെയ്തു. ഇമ്മീഡിയറ്റായിട്ട് ഈ കൗശിക മുനിയുടെ ബാക്കിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് പാവം ചെയ്തു, ഒരുപാട് തെറ്റ് ചെയ്തു, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, എനിക്ക് ഒരു മാർഗം കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയും, വൈശാഖ മാസത്തിൽ മോഹിനി ഏകാദശി വരും, ആ ഏകാദശിയുടെ വ്രതമെടുത്താൽ സകല പാവം. അതുമാത്രമല്ല, അപ്പോൾ ഇങ്ങനെ പറയാണ്, ആ ഏകാദശി വ്രതമെടുക്കുമ്പോൾ എന്താണ്, അത്രയും പശുക്കൾ 1000 പശുക്കളെ ദാനം ചെയ്തതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇനി വിഷ്ണുവിനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ ഭഗവാന്റെ ലോകത്ത് പോകാനുള്ള ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇനി എല്ലാ തരത്തിലും ബെനിഫിറ്റും ഏതിൽ കിട്ടും? ഈ വൈശാഖ മാസത്തിൽ കിട്ടും എന്ന് പറയും. അപ്പോൾ ഈ ഭക്തൻ ആ വ്രതം അനുഷ്ഠിക്കും. ഇതേ വ്രതം ആരും അനുഷ്ഠിച്ചു? രാമചന്ദ്രമൂർത്തി. അപ്പോൾ വിശ്വാമിത്ര മുനി ചോദിക്കും, രാമചന്ദ്രമൂർത്തി അങ്ങ് എന്തിനാ വ്രതം എടുക്കുന്നത്? അങ്ങയുടെ നാമം ജപിച്ചിട്ടാണ് എല്ലാവരും പരിശുദ്ധമാകുന്നത്, അങ്ങേക്ക് എന്തിനാ ഈ ഒരു വ്രതം എടുക്കണം? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ വിശ്വാമിത്ര മുനി തന്നെ പറയും, വശിഷ്ഠ മുനി തന്നെ പറയും, അങ്ങ് എന്തിനാ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ജനങ്ങൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി. യഥാചരതി ശ്രേഷ്ഠ
തത്തദേവോ ജനക ശരത് പ്രമാണം കുരുതേ ലോകസ്തതു അനുവർത്തതേ. അപ്പോൾ ലോകവും അത് അനുവർത്തതേ, അത് തന്നെ ആവർത്തിക്കും. അപ്പോൾ ആരാണോ ശ്രേഷ്ഠമായ വ്യക്തി ചെയ്യുന്നത് അത് ചെയ്യും. അപ്പോൾ രാമചന്ദ്രമൂർത്തി ചെയ്ത് കാണിച്ചു, ഈ ഏകാദശി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചു. അതുകൊണ്ട് ആര്യ ഏകാദശി ഫാസ്റ്റിംഗ് എടുത്തു, രാമചന്ദ്രമൂർത്തി എടുത്തു, പിന്നെ ഈ ഭക്തനും എടുത്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിശുദ്ധമായത്? ഒരു ഡ്രോപ്പ് വെള്ളം, അവരുടെ പുണ്യം. അപ്പോൾ വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേറ്റാണ്. അവരുടെ ഒരു അവരുടെ എന്താ പറയുക, അവരുടെ ഭക്തിയുടെ ഒരു പെർസെൻറ്റേജ്, ഒരു ഡസ്റ്റ് പാദകൂടി തലയിൽ വീണാൽ മതി, അങ്ങനെ പ്യൂരിഫൈഡ് ആവും. സോ ഭഗവാനേക്കാളും ഗ്രേറ്റാണ് ആര്? ഭക്തൻ. കാരണം ഭഗവാൻ തലയിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. തലയിൽ നമ്മൾ എന്ത് വെച്ചിരിക്കും? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെല്ലാം തലയിൽ കൊണ്ടുപോകും, അല്ലേ? പൊട്ടാതെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകും. അതുപോലെ ഭക്തന്മാരെ ഭഗവാൻ എവിടെയാണ് കൊണ്ടുപോകുന്നത്? തലയിൽ ചുമന്നിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഭക്തൻ്റെ തൃപ്പാദങ്ങളെ സേവനം ചെയ്യുക, അല്ലേ? നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് എവിടെ പോകും? ഭഗവാന്റെ അടുത്ത് പോകുമെന്ന് പറയാം. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനത്തെ ഒരു ഭക്തൻ എന്താണ് ഈ ഭവസാഗരത്തിനെ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ സാധനയോ നമ്മുടെ എഫേർട്ട് കൊണ്ടിട്ടോ ഒന്നും നമുക്ക് അത്ര ഈസി ആയിട്ട് ഭവസാഗരം കടക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഭഗവാൻ ഇങ്ങനെ വന്ന് നേരിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് പോകാം, അല്ലേ? ഇപ്പോൾ ശിഖ വെച്ചിരുന്ന ശിഖ ഇങ്ങനെ കുടുങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഒരു ബോട്ട് വരും. ആര് കൊണ്ടുവരും ബോട്ട്? ആധ്യാത്മിക ഗുരു കൊണ്ടുവരും. ഒരു ക്യാപ്റ്റൻ ഒരു ബോട്ടുമായിട്ട് വരും. ആ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, സ്പിരിച്വൽ മാസ്റ്ററാണ്. ആ സ്പിരിച്വൽ മാസ്റ്റർ ബോട്ടുമായിട്ട് വന്നിട്ട് കയറാൻ പറയും. അപ്പോൾ കയറണം. ഇല്ല, ഭഗവാൻ നേരിട്ട് വന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. ചിലരെങ്ങനെയാണ്? കയറിക്കോ എന്ന് പറഞ്ഞാൽ ഇല്ലല്ല, എന്നെ ഭഗവാൻ വന്ന് രക്ഷിക്കട്ടെ, ഞാൻ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് എന്ത് ചെയ്യണം? കയറ് എന്ന് പറയുമ്പോൾ കയറിക്കോളണം. കയറിയിട്ട് അദ്ദേഹം പറയും എന്താണ്? ആ സൈഡിൽ കയറി ഇരിക്കല്ലേ, വീണ് പോകും, തിരിച്ചകത്ത് വീഴും. നടുക്കിരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കയറിയിരിക്കണം? നടുക്ക് കയറിയിരിക്കണം. പിടിച്ചിട്ടിരിക്കുക, കാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പിടിച്ചോളണം. അല്ല, എനിക്ക് ഞാൻ സേഫാണ്, ഞാൻ ഇരുന്നോളെന്ന് പറഞ്ഞാൽ അത് കാറ്റെടുത്തും പോകും നമ്മൾ. അപ്പോൾ കടലിൻ്റെ അക്കരെ കടക്കും വരെ നമ്മൾ എന്ത് ചെയ്യണം? ആധ്യാത്മിക ഗുരുയുടെ ഓരോ ഇൻസ്ട്രക്ഷനും അതേപടി ഫോളോ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിനെ പിടിച്ചിട്ട് അങ്ങ് ഇരുന്നാൽ മതി. എവിടെ എത്തും? ഈസി ആയിട്ട് ഭവസാഗരം ഈസി ആയിട്ട്. അല്ലെങ്കിൽ സ്വപ്നം മാത്രമായിരിക്കും. അത് കടക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം. കാരണം അതെല്ലാം ഭഗവാന്റെ എനർജിയാണ്. സോ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രം പഠിക്കണം, ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ആധ്യാത്മിക ഗുരുയുടെ നിർദ്ദേശങ്ങൾ, ആചാര്യസിൻ്റെ നിർദ്ദേശങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കടക്കാം. ഇല്ലെങ്കിൽ വേസ്റ്റാകും. എന്ത് വേസ്റ്റാകും? ഒരു നല്ല ഒരു ശരീരം വേസ്റ്റാകും. അങ്ങനെ ആവരുത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ഗുരുക്കൾ ഒരുപാട് പേരുണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന. അതായത് ശ്രീമദ് ഭാഗവത്തിൽ 24 ഗുരുക്കളൊക്കെ എന്ത് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ചൈത്യ ഗുരു, ഹൃദയത്തിനകത്തും ഗുരുവുണ്ട്. ഓക്കെ, ഇവരെല്ലാവരും നമ്മളെ ഗൈഡ് ചെയ്യും. ചിലപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാകും, ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റാണ്. അത് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവാണ്, അത് ചൈത്യ ഗുരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആധ്യാത്മിക ലെവലിൽ പഠിപ്പിക്കാനായിട്ട് വരും. ഒരുപാട് പേര് പഠിക്കും. നമ്മൾ ഇസ്കോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ഒരാൾ, അദ്ദേഹം നമ്മുടെ ഗുരുവാണ്. അത് കഴിഞ്ഞ് നാമം ജപിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് മാല തന്നത് ഒരു വ്യക്തി ഗുരുവായിരിക്കും. അത് ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു പ്രഭുവായിരിക്കാം, ആര് വേണമെങ്കിലും. ഇവരെല്ലാവരും ആര് തന്നെയാണ് നമ്മുടെ ഗുരു. അവർ ആദ്യമായിട്ട് മാല ജപിക്കാൻ തന്നു, ഭഗവത്ഗീത ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തന്നു, പഠിപ്പിച്ചു. ഇവരെല്ലാം നമ്മുടെ ആധ്യാത്മിക ഗുരുവാണ്. പക്ഷേ ഇതെല്ലാം ഇവർക്കൊന്നും എവിടെ എത്തിക്കാൻ പറ്റില്ല? ആ കടൽ കടത്തി നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അത് ആർക്കേ സാധിക്കത്തുള്ളൂ? ആ ക്യാപ്റ്റനെ പറ്റത്തുള്ളൂ. ഇവരെല്ലാം കയറാൻ വേണ്ടിയിട്ട് ഏണി വെച്ച് കയറിക്കോ എന്ന് പറയും, അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇരിക്കുന്ന 2 പേര് ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഓട്ടിച്ച് അവിടെ ആര് തന്നെ എത്തിക്കണം? ആധ്യാത്മിക ഗുരു. ആ ഗുരു രക്ഷിക്കും എന്ന് നമുക്ക് തന്നെ തോന്നും. നമ്മൾ ഗുരുവിനെ എങ്ങനെ സെലക്ട് ചെയ്യും വെച്ചാൽ ഹൃദയ സമർപ്പണം. രാമാനുജാചാര്യന് 5 ഗുരു ഉണ്ടെങ്കിലും രാമാനുജാചാര്യ ഒരു ഗുരുവിനെ ശരണം പ്രാപിച്ചു.
മനസ്സിലായില്ല? അപ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം എന്നെ രക്ഷിക്കും, ഇദ്ദേഹം ശാസ്ത്രം അതേപടി സംസാരിക്കുന്ന വ്യക്തിയാണ്, ഇദ്ദേഹം ശാസ്ത്രത്തിനെ ഒന്നും മാറ്റിയിട്ടില്ല, ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ച വ്യക്തിയാണ് എന്ന് മനസ്സിലായാൽ നിങ്ങൾ അദ്ദേഹത്തിനെ ശരണം പറയും. ഓക്കെ, അതിലും ശാസ്ത്രം ഹരിഭക്തി വിലാസത്തിൽ പറയുന്നുണ്ട് മിനിമം 6 മാസം. ഇൻ കേസ് ഞാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തിന് എൻ്റെ ആധ്യാത്മിക ഗുരുവായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റായിട്ട് പോയി എനിക്ക് ദീക്ഷ എടുക്കാൻ പറ്റില്ല. ദീക്ഷ കൊടുക്കാനും പാടില്ല, എടുക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. എന്താണ്? 6 മാസം. ഹരിഭക്തി വിലാസത്തിൽ പറയാം 6 മാസം വെയിറ്റ് ചെയ്ത് പഠിക്കണം. ഈ ആധ്യാത്മിക ഗുരു ശാസ്ത്രം സംസാരിക്കുന്ന വ്യക്തിയാണോ, ശാസ്ത്രം വളച്ചൊടിക്കാതെ സംസാരിക്കുന്ന വ്യക്തിയാണോ, ഇദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാനുള്ള കഴിവുണ്ടോ, അല്ലേ, എന്നെ അദ്ദേഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണം. അതിനു വേണ്ടി തരുന്ന സമയമാണ്. അതിനു മുമ്പ് അത് അല്ല, ഇദ്ദേഹം ആധ്യാത്മികത്തിൽ പ്രോപ്പർ ചാനലിൽ വന്ന വ്യക്തി, പരമ്പരയിൽ വന്ന വ്യക്തിയല്ല, ഇദ്ദേഹം ശാസ്ത്രം കറക്റ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആരെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല, ഗുരുവിനെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ റിജക്റ്റ് ചെയ്യാം? അതിന് എക്സാമ്പിളാണ് മഹാബലി ചക്രവർത്തി. ഗുരു പറഞ്ഞു കൊടുക്കരുത്, വിഷ്ണുവിന് ദാനം കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ മഹാബലി ചക്രവർത്തി എന്ത് ചെയ്തു? ഇല്ല, ഞാൻ കൊടുക്കും. കാരണം വന്നിരിക്കുന്നത് ആരാണ്? ഭഗവാൻ സാക്ഷാത് വിഷ്ണുവാണ്. വിഷ്ണുവിന് എതിരായിട്ടാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഗുരുവിനെ റിജക്റ്റ് ചെയ്യും, ഗുരുവിൻ്റെ വാക്ക് കേട്ടില്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ ആരെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല? നമുക്ക് ഗുരുവിനെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ ഒരു ടൈം പീരീഡ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഹൃദയ സമർപ്പണം നമുക്ക് ഉണ്ടാകും. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ കറക്റ്റ്. ചുമ്മാ വരാതെ എല്ലാവരും എടുത്തു, അവരെല്ലാം പോയി എടുക്കും, ഞാനും പോയി എടുക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് എൻ്റെ ഫെയ്ത്ത് ഉറക്കട്ടെ. കാരണം ഞാൻ എത്രയോ ദൂരം പോകേണ്ടതാണ്. വിശ്വാസമില്ലാതെ ആ ബോട്ടിൽ കയറിയിരുന്നാൽ നമ്മൾ മറിഞ്ഞ് വീഴില്ലേ? ആ സ്ട്രോങ് ഫെയ്ത്ത് ഇദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പോകാം, ധൈര്യമായിട്ട് പോകാം, ഒന്നും നോക്കണ്ട. ബൈക്ക് ഓട്ടിക്കുന്ന ഒരാൾ നമുക്ക് ഫസ്റ്റാണ് കയറുന്നത്, അപ്പോൾ ഒന്നും ഇങ്ങനെ മുറുകെ പിടിച്ച് എന്താണ് ഓട്ടിക്കുന്നപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു പേടി മറിച്ചിടുമെന്ന്. പക്ഷെ നമുക്ക് പരിചയമുള്ള ആളാണ്, അതേ നന്നായിട്ട് ഓട്ടിക്കുമെന്ന് അറിയാൻ നമ്മൾ ക്യാഷ്വലായിട്ട് കൂളായിട്ട് ഇങ്ങനെ പാട്ടും പാടി എന്തുകൊണ്ട് എത്തിക്കും. അതുപോലെ ആ ഫെയ്ത്ത് നമ്മളിലുണ്ടാവും. ഹരേ കൃഷ്ണ. വാഞ്ചകൽപാതരുദ്യസ്യ കൃപാസിന്ധു ദേവചാപതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ. ശ്രീല പ്രഭുപാദ് കി ജയ. ഗൗരപ്രേമാനന്ദ.